നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിലെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ റിഫോം യുകെയുടെ ജനപ്രീതി വരും ദിവസങ്ങളിൽ വർദ്ധിക്കില്ല എന്നും നിലവിലെ അവസ്ഥയെ തുടരാനാണ് സാധ്യതയെന്നും പുതിയ പഠന റിപ്പോർട്ട്. കണ്ടെത്തൽ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ ജോൺ കർട്ടിസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബ്രിട്ടീഷ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ് സർവേ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന തീവ്ര സാമൂഹിക യാഥാസ്ഥിതിക നിലപാടുകൾ ആകർഷിക്കുന്നത് ജനസംഖ്യയിലെ ഒരു ചെറിയ വിഭാഗത്തെ മാത്രമെന്ന് സൂചന. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും യുകെയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാൻ യുകെ ബിസിനസ് ആൻഡ് ട്രേഡ് സെക്രട്ടറി പീറ്റർ കെയിൽ ഇന്ത്യയിലെത്തി. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലുമായി നിർണായക കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം മൂലം ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എത്രയും വേഗം പ്രാബല്യത്തിൽ വരും. സീറോ ഓവർ കോൺട്രാക്ട് നിരോധിച്ച നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കി ബ്രിട്ടീഷ് സർക്കാർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഈ നയം കൂടുതൽ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുമെന്ന് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ നേരത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഈ നയം എങ്ങനെ നടപ്പിലാക്കണമെന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൺസൾട്ടേഷൻ ആരംഭിച്ചതായി വ്യക്തമാക്കി ബിസിനസ് സെക്രട്ടറി പീറ്റർ കെയിൽ. സീറോ അവർ കോൺട്രാക്ട് തൊഴിലാളികൾക്ക് ഒരു നിശ്ചിത മണിക്കൂറിലെ തൊഴിലുറപ്പ് നൽകാൻ തൊഴിലുടമയ്ക്ക് ബാധ്യത ഇല്ലാത്തത്. തൊഴിലുടമ നൽകുന്ന ഷിഫ്റ്റ് സ്വീകരിക്കാൻ തൊഴിലാളികൾക്കും ബാധ്യത ഉണ്ടാവുകയില്ല. ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ കണക്കുകൾ പ്രകാരം ബ്രിട്ടനിൽ സീറോ അവർ കോൺട്രാക്ട് തൊഴിലാളികളുടെ എണ്ണം 1 ദശലക്ഷത്തിലേറെ. കുവൈറ്റിലും ബഹ്റൈനിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ ആക്രമണം നടത്തിയതിനു പിന്നാലെ തിരിച്ചടിച്ച് US. ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ US സൈന്യം ശക്തമായി പ്രതിരോധിച്ചതായും ഇതിനു തിരിച്ചടിയായി ഇറാനിൽ ആക്രമണങ്ങൾ നടത്തിയതായും US സെൻട്രൽ കമാൻഡ്. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തും മറ്റൊരു വ്യോമത്താവളത്തിലും ആക്രമണം നടത്തിയ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ അവകാശവാദം നിഷേധിച്ച് US സൈന്യം. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ആക്രമണത്തിൽ T1 യാത്രാ ടെർമിനലിന് കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണത്തെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവെച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്ക ശക്തം. നിർബന്ധിത തൊഴിലെടുപ്പിക്കലിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്നാരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെ 50ലേറെ രാജ്യങ്ങൾക്ക് മേൽ പുതിയ തീരുവ ചുമത്താനുള്ള നീക്കവുമായി ഡൊണാൾഡ് ട്രംപ്. US ട്രേഡ് റെപ്രസെന്റേറ്റീവ്സ് മുന്നോട്ട് വച്ചിരിക്കുന്നത് 10 മുതൽ 12.5% വരെ തീരുവ. ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ 12.5% തീരുവ. കാനഡ, മെക്സിക്കോ, തായ്വാൻ, UK തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ 10% തീരുവ ചുമത്താനും തീരുമാനം. പൊതുജനങ്ങൾക്ക് ഇതേക്കുറിച്ച് അഭിപ്രായം അറിയിക്കാനുള്ള സമയം ജൂലൈ 6 വരെ. സിദ്ധരാമയ്യ നടത്തിയ ശ്രമങ്ങൾക്ക് ഒടുവിൽ ഫലം. കർണാടകയിൽ G. പരമേശ്വര ഉപമുഖ്യമന്ത്രിയാകും. DK ശിവകുമാർ മന്ത്രിസഭയിൽ ഒരൊറ്റ ഉപമുഖ്യമന്ത്രി മാത്രം. സത്യപ്രതിജ്ഞ ചെയ്യുന്ന MLA-മാരുടെ പട്ടിക ഉടൻ പുറത്തിറക്കും. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മന്ത്രിസഭാ യോഗവും ചേരുമെന്ന് സൂചന. സ്പീക്കർ പദവി ഒഴിഞ്ഞ് UT ഖാദർ. മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാന പ്രഖ്യാപനമുണ്ടാകുമെന്ന് സഹപ്രവർത്തകരോട് DK ശിവകുമാർ. ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും. DMK നേതൃത്വം നൽകുന്ന മതനിരപേക്ഷ പുരോഗമന സഖ്യത്തിൽ നിന്ന് പുറത്തുപോകുമെന്ന് സൂചന നൽകിയ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ 2 MLA-മാർ രാജിവെച്ചു. രാജിവെച്ച MLA-മാർ TVK-യിൽ ചേരും. രാജിവെക്കാൻ സാധ്യത മയിലാടുതുറ ജില്ലയിലെ സീർക്കാഴി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച R. സെന്തിൽ സെൽവൻ, തെങ്കാശി ജില്ലയിലെ കടയന്നല്ലൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച TM രാജേന്ദ്രൻ എന്നിവർ. പാർട്ടി തലത്തിൽ വൻ അഴിച്ചുപണിക്ക് DMK ഒരുങ്ങുന്നതായി സൂചന. ഓരോ 2 നിയമസഭാ മണ്ഡലങ്ങൾക്കും ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ വിഭജിച്ച് ജില്ലാ സെക്രട്ടറിമാരുടെ എണ്ണം കൂട്ടും. യുവാക്കളെ പാർട്ടിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനായി യുവജന ജില്ലാ സെക്രട്ടറിമാരെ നിയമിക്കും. തുടർച്ചയായ 2ാം ദിവസവും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ സഭ വിട്ടിറങ്ങി പ്രതിപക്ഷം. സ്പീക്കർ അനുമതി നിഷേധിച്ചത് ഭരണമാറ്റത്തിനു പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചത് ഭരണ സൗകര്യത്തിന് വേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിൽ. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയ പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലമാറ്റങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അന്യായമായ സ്ഥലമാറ്റങ്ങൾ റദ്ദാക്കണമെന്നും പിണറായി. സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫാക്കിയ വിവാദം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചിട്ടും പ്രതികരിക്കാതെ മന്ത്രി സണ്ണി ജോസഫ്. വാർത്തകൾ വിശദമായി. യുകെയിലെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ റിഫോം യുകെയുടെ ജനപ്രീതി വരും ദിവസങ്ങളിൽ വർദ്ധിക്കില്ല എന്നും നിലവിലെ അവസ്ഥയിൽ തുടരാനാണ് സാധ്യതയെന്നും പുതിയ പഠന റിപ്പോർട്ട് പുറത്ത്. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ ജോൺ കർട്ടിസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബ്രിട്ടീഷ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ് സർവേയിലാണ് ഈ കണ്ടെത്തൽ. പാർട്ടി മുന്നോട്ട് വെക്കുന്ന തീവ്ര സാമൂഹിക യാഥാസ്ഥിതിക നിലപാടുകൾ ജനസംഖ്യയിലെ ഒരു ചെറിയ വിഭാഗത്തെ മാത്രമാണ് ആകർഷിക്കുന്നത്.
അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ വോട്ട് വിഹിതം ഉയർത്താൻ പാർട്ടിക്ക് കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ റിഫോം യുകെക്ക് ലഭിക്കുന്ന പിന്തുണ ഏകദേശം 30% ഒതുങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ യുകെയിലെ നിലവിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് തിരഞ്ഞെടുപ്പ് രീതിയിലൂടെ ഒരുപക്ഷെ ഈ വോട്ട് വിഹിതം പോലും പൊതു തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിച്ചേക്കാമെന്നും ജോൺ കർട്ടീസ് നിരീക്ഷിക്കുന്നു. രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കൾ പൊതുജനാരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകൾ മെച്ചപ്പെടുത്തി ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റിഫോം യുകെയുടെ ശക്തമായ പ്രത്യയശാസ്ത്ര നിലപാടുകളെ പൂർണ്ണമായി ചെറുക്കാൻ അത് മാത്രം മതിയാകില്ല എന്നാണ് വിലയിരുത്തൽ. യുകെയിലുടനീളം 4500-ലധികം ആളുകൾ നടത്തിയ സർവേയിലാണ് റിഫോം യുകെ അനുഭാവികളുടെ സവിശേഷതകൾ വ്യക്തമാക്കുന്നത്. പ്രായമായ പുരുഷന്മാർ, ബ്രെക്സിറ്റിനെ അനുകൂലിച്ചവർ, കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ എന്നിവരാണ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരിൽ ഭൂരിഭാഗവും. നിലവിലെ ഭരണ സംവിധാനത്തോടും രാഷ്ട്രീയക്കാരോടുമുള്ള കടുത്ത അവിശ്വാസമാണ് ഇവരെ റിഫോം യുകെയോട് അടുപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ ആരോഗ്യ സംവിധാനത്തോടുള്ള അതൃപ്തിയും സ്വന്തം സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചുള്ള ആശങ്കകളും പാർട്ടിക്ക് പിന്തുണ നൽകാൻ ഈ വോട്ടർമാരെ പ്രേരിപ്പിക്കുന്നുവെന്ന് പഠനത്തിൽ പറയുന്നു. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും യുകെയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാൻ യുകെ ബിസിനസ് ആൻഡ് ട്രേഡ് സെക്രട്ടറി പീറ്റർ കൈൽ ഇന്ത്യയിലെത്തി. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം നിർണായക കൂടിക്കാഴ്ച നടത്തും. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം മൂലം ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എത്രയും വേഗം പ്രാബല്യത്തിൽ വരുത്തുകയാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. യുകെയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാൻ യുകെ ബിസിനസ് ആൻഡ് ട്രേഡ് സെക്രട്ടറി പീറ്റർ കൈൽ ഇന്ത്യയിലെത്തി. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം നിർണായക കൂടിക്കാഴ്ച നടത്തും. നിലവിൽ 48 ബില്യൺ പൗണ്ട് മൂല്യമുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം പുതിയ ഘട്ടത്തിലേക്ക് ഉയർത്താൻ ഈ ചർച്ചകൾ വഴിത്തിരിവാകും. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ മേഖലയ്ക്ക് വലിയ ഉണർവേകുന്നതാണ് ചരിത്രപരമായ ഈ സ്വതന്ത്ര വ്യാപാര കരാർ. കരാർ പൂർണ്ണതോതിൽ നടപ്പിലാകുന്നതോടെ യുകെയുടെ 99% ഉൽപ്പന്നങ്ങളുടെയും ഇന്ത്യയുടെ 90% ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി നികുതികൾ ഇല്ലാതാകും. ഇത് വിപണിയിലെ കയറ്റുമതിയും ഇറക്കുമതിയും കൂടുതൽ എളുപ്പവും ലാഭകരവുമാക്കി മാറ്റും. വിസ്കി മുതൽ ഓട്ടോമൊബൈൽ വരെയുള്ള പ്രമുഖ വിപണികൾക്ക് ഈ കരാർ വലിയ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. യൂറോപ്യൻ യൂണിയൻ വിട്ടതിനു ശേഷം യുകെ ഒപ്പുവയ്ക്കുന്ന ഏറ്റവും വലിയ ഉഭയകക്ഷി വ്യാപാര കരാറാണിത്. ലിംഗസമത്വം, നവീകരണം, പരിസ്ഥിതി, തൊഴിൽ തുടങ്ങിയ 30ഓളം സുപ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന സമഗ്രമായ രീതിയിലാണ് ഈ കരാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവസാനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 125 പ്രമുഖ കമ്പനികളുടെ മേധാവികൾ പങ്കെടുത്ത മുംബൈ വ്യാപാര ദൗത്യത്തിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ നിർണായക നീക്കങ്ങൾ നടക്കുന്നത്. കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ പ്രതിവർഷ ഉഭയകക്ഷി വ്യാപാരം 25.5 ബില്യൺ പൗണ്ട് വരെ വർദ്ധിക്കുമെന്നും ഇരു രാജ്യങ്ങളുടെയും മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ വലിയ വളർച്ചയുണ്ടാകുമെന്നുമാണ് വിലയിരുത്തൽ. ഇന്ത്യ, US, യൂറോപ്യൻ യൂണിയൻ, ദക്ഷിണ കൊറിയ എന്നിവരുമായുള്ള വലിയ കരാറുകൾക്കു ശേഷം കഴിഞ്ഞ മെയ് മാസത്തിൽ ഗൾഫ് സഹകരണ കൗൺസിലുമായും യുകെ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഈ പരമ്പരയിലെ ഏറ്റവും സുപ്രധാനമായ ചുവടുവയ്പ്പാണ് ഇപ്പോൾ ഇന്ത്യയുമായി നടക്കുന്നത്. സീറോ അവർ കോൺട്രാക്ട് നിരോധിച്ച നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് സർക്കാർ വ്യക്തമാക്കി. ഈ നയം കൂടുതൽ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുമെന്ന് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ നേരത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പ് അവഗണിച്ചാണ് സർക്കാർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഈ നയം എങ്ങനെ നടപ്പിലാക്കണമെന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൺസൾട്ടേഷൻ ആരംഭിച്ചതായും ബിസിനസ് സെക്രട്ടറി പീറ്റർ കെയിൽ വ്യക്തമാക്കി. സീറോ അവർ കോൺട്രാക്ട് നിരോധിച്ച നടപടി കൂടുതൽ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുമെന്ന് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ നേരത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് സർക്കാർ വ്യക്തമാക്കി. തൊഴിലാളികൾക്ക് ഒരു നിശ്ചിത മണിക്കൂറിലെ തൊഴിൽ ഉറപ്പ് നൽകാൻ തൊഴിലുടമയ്ക്ക് ബാധ്യത ഇല്ലാത്തതാണ് സീറോ അവർ കോൺട്രാക്ട്. അതുപോലെ തൊഴിലുടമ നൽകുന്ന ഷിഫ്റ്റ് സ്വീകരിക്കുവാൻ തൊഴിലാളികൾക്കും ബാധ്യത ഉണ്ടാവുകയില്ല. ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ കണക്കുകൾ പ്രകാരം ബ്രിട്ടനിൽ 1 ലക്ഷത്തിലേറെ സീറോ അവർ കോൺട്രാക്ട് തൊഴിലാളികളുണ്ട്. അതിൽ 7,20,000-ലേറെ പേർ അവരുടെ കമ്പനികൾ ഒരു വർഷത്തിൽ േറെയായി ജോലി ചെയ്യുന്നവരുമാണ്. എന്നാൽ ഈ കരാറിന്റെ അടിസ്ഥാനത്തിലായതിനാൽ മറ്റ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കുറവ് അവകാശങ്ങൾ മാത്രമാണ് ഇവർക്ക് ലഭ്യമായിട്ടുള്ളത്. തൊഴിൽ സുരക്ഷയും പ്രവചനാത്മകമായ തൊഴിൽ സാധ്യതകളുമുള്ള തൊഴിലാളികൾക്കായിരിക്കും ജീവിതം കുറെ കൂടി നന്നായി ആസൂത്രണം ചെയ്യാൻ കഴിയുക എന്ന കാര്യത്തിൽ മിക്കവാറും തൊഴിലുടമകൾക്ക് ഏകാഭിപ്രായമാണ് ഉള്ളതെന്ന് ബിസിനസ് സെക്രട്ടറി ITV ന്യൂസിനോട് സംസാരിക്കവേ വ്യക്തമാക്കി. തൊഴിലിടങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനോടൊപ്പം നൈപുണ്യങ്ങളുള്ള തൊഴിലാളികളെ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താൻ തൊഴിലുടമകളെ സഹായിക്കുന്നത് കൂടിയാണ് ഈ നിയമമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ സീറോ അവർ കോൺട്രാക്ട് നിരോധിക്കുന്നത് പുതിയതായി നിയമിക്കപ്പെടുന്നവരുടെ എണ്ണം കുറയാൻ കാരണമാകുമെന്നാണ് വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖർ പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു പുനരാലോചന വേണമെന്ന് ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം ബിസിനസ് സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുണ്ട്. ലണ്ടൻ ഭൂഗർഭ റെയിൽവേ ജീവനക്കാരുടെ രണ്ടാമത്തെ 24 മണിക്കൂർ സമരങ്ങളിൽ ആദ്യത്തേത് നടന്നതോടെ ഇന്നലെ നഗരത്തിലെ യാത്രക്കാർ ആകെ വലഞ്ഞു. തലസ്ഥാനത്തെ ട്യൂബ് സർവീസുകൾ ആകെ താറുമാറായി. ആഴ്ചയിൽ 4 പ്രവൃത്തി ദിവസം എന്ന നിർദ്ദേശത്തിനെതിരെ റെയിൽ മാരിടൈം ട്രാൻസ്പോർട്ട് യൂണിയനാണ് സമരത്തിന് ആഹ്വാനം നൽകിയത്. ഇനി വ്യാഴാഴ്ചയും ഇവർ പണിമുടക്കും. അവസാന നിമിഷ ചർച്ചകൾക്കായി റെയിൽവേ അധികൃതരും യൂണിയൻ പ്രതിനിധികളും ഇന്നലെ 5 മണിക്കൂറോളം ചർച്ച നടത്തിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല.
തലസ്ഥാനത്തെ ട്യൂബ് സർവീസുകൾ ആകെ താറുമാറാക്കിക്കൊണ്ട് ലണ്ടൻ ഭൂഗർഭ റെയിൽവേ ജീവനക്കാരുടെ രണ്ടാമത്തെ 24 മണിക്കൂർ സമരങ്ങളിൽ ആദ്യത്തേത് നടന്നതോടെ ഇന്നലെ നഗരത്തിൽ യാത്രക്കാർ ആകെ വലഞ്ഞു എന്ന് റിപ്പോർട്ട്. ആഴ്ചയിൽ 4 പ്രവൃത്തി ദിവസം എന്ന നിർദ്ദേശത്തിനെതിരെ സമരത്തിന് ആഹ്വാനം നൽകിയ റെയിൽ മാരിടൈം ട്രാൻസ്പോർട്ട് യൂണിയൻ ഇനി വ്യാഴാഴ്ചയും പണിമുടക്കും. ഇന്നലെ അതിരാവിലെ മുതൽ തന്നെ ട്യൂബ് ഗതാഗതത്തിൽ തടസ്സം നേരിട്ടിരുന്നു. സർക്കിൾ ആൻഡ് വാട്ടർലൂം സിറ്റി ലൈനുകൾ പൂർണ്ണമായും രാവിലെ 7 മണിയോടെ തന്നെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. സ്റ്റേഷനുകൾക്ക് പുറത്ത് RMT പ്രവർത്തകർ പിക്കറ്റ് ലൈനുകൾ നിർത്തിയതോടെയായിരുന്നു ഇത്. ബേക്കർലൂ, സെൻട്രൽ, മെട്രോപൊളിറ്റൻ, നോർത്തേൺ, പിക്കാഡിലി എന്നിവിടങ്ങളിൽ പ്രവർത്തനം ഭാഗികമായി മരവിപ്പിക്കേണ്ടതായി വന്നു. അതേസമയം ഡിസ്ട്രിക്ട്, ഹാമർസ്മിത്ത് ആൻഡ് സിറ്റി, ജൂബിൽ, വിക്ടോറിയ ലൈനുകളിൽ യാത്രകൾ വൈകുകയുമുണ്ടായി. ഏകദേശം 12,000-ഓളം രോഗികളുടെ റഫറൽ ലെറ്ററുകൾ കാണാതെ പോയ സംഭവത്തിൽ ആരോഗ്യകാര്യ മന്ത്രി മൈക്ക് നെസ്ബിറ്റ് ക്ഷമാപണം നടത്തി. ഹെൽത്ത് കെയർ രേഖകൾ സൂക്ഷിക്കുന്ന പുതിയ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ നിന്നുമാണ് ഈ കത്തുകൾ അപ്രത്യക്ഷമായത്. ഒരു പക്ഷേ ജീവാപായം പോലും ഉണ്ടായേക്കാവുന്ന ഗുരുതര രോഗങ്ങൾ എന്ന സംശയത്തിൽ രോഗികളെ കൂടുതൽ പരിശോധനകൾക്കായി GP-മാർ റഫർ ചെയ്ത കത്തുകളാണ് കാണാതെയിരിക്കുന്നത്. ഈ രോഗികൾക്ക് പിന്നീട് യാതൊരു അറിയിപ്പും വന്നിട്ടില്ല. ഹെൽത്ത് കെയർ രേഖകൾ സൂക്ഷിക്കുന്ന പുതിയ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ നിന്നും ജീവാപായം പോലും ഉണ്ടായേക്കാവുന്ന ഗുരുതര രോഗങ്ങൾ സംശയത്തിൽ രോഗികളെ കൂടുതൽ പരിശോധനകൾക്കായി GP-മാർ റഫർ ചെയ്ത ലെറ്ററുകൾ കാണാതെ പോയ സംഭവത്തിൽ ആരോഗ്യകാര്യ മന്ത്രി മൈക്ക് നെസ്ബിറ്റ് ക്ഷമാപണം നടത്തി. കഴിഞ്ഞ 6 മാസക്കാലമായി ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ അടുത്തു മാത്രമാണ് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. കാണാതായ കത്തുകൾ ഒരു പക്ഷേ നിരാകരിക്കപ്പെട്ടവയാകാമെന്നും മന്ത്രി പറഞ്ഞു. രോഗികൾ അത് കാണേണ്ട ആവശ്യമില്ല എന്ന് സ്പെഷ്യലിസ്റ്റുകൾ തീരുമാനിച്ചിട്ടുണ്ടാകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ചില രോഗികളുടെ കാര്യത്തിൽ ഇനിയും അന്തിമ രോഗനിർണയം നടന്നിട്ടില്ല എന്നാണ് BBC നടത്തിയ ഗവേഷണത്തിൽ കണ്ടുപിടിച്ചത്. ഹെൽത്ത് കെയർ രംഗത്തെ പ്രൊഫഷണലുകൾക്ക് രോഗികളുടെ വിവരങ്ങൾ പരിശോധിക്കുന്നത് എളുപ്പമാക്കുന്ന എൻകംപാസ് എന്ന ഇലക്ട്രോണിക് റെക്കോർഡ് സിസ്റ്റത്തിലാണ് പിഴവുണ്ടായിരിക്കുന്നത്. ആനന്ദ് TV 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 വർണ്ണാഭമായ തുടക്കം. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആനന്ദ് TV അവാർഡ്. UK-യിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിലാണ് ഈ അവാർഡ് നിശ അരങ്ങേറുന്നത്. ഗാലപ്പോൾ വഴിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആനന്ദ് TV 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 UK-യിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിൽ നടക്കും. മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിഭകൾ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമാകും. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് K. ജയൻ, അനന്യ, അനശ്വര രാജൻ, മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിതാര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുക്കുന്ന ലിങ്കിലും നമ്പറിലും ബന്ധപ്പെടുക. കുവൈറ്റിലും ബഹ്റൈനിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ ആക്രമണം നടത്തിയതിനു പിന്നാലെ തിരിച്ചടിച്ച് US. ഇറാൻ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ US സൈന്യം ശക്തമായി പ്രതിരോധിച്ചതായും ഇതിന് തിരിച്ചടിയായി ഇറാനിയൻ ആക്രമണങ്ങൾ നടത്തിയതായും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തും മറ്റൊരു വ്യോമത്താവളത്തിലും ആക്രമണം നടത്തിയ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ അവകാശവാദം US സൈന്യം നിഷേധിച്ചു. ഗൾഫ് മേഖലയിലേക്ക് നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ അയച്ചുവെങ്കിലും അവയൊന്നും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല എന്നും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. എന്നാൽ അതിനു പിന്നാലെ വീണ്ടും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായി. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ആക്രമണത്തിൽ T1 യാത്രാ ടെർമിനലിന് കേടുപാടുകൾ സംഭവിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ സൗദ് അബ്ദുൾ അസീസ് അൽ ഒതൈബിയാണ് ഇക്കാര്യം അറിയിച്ചത്. ആക്രമണത്തെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവെച്ചു. എയർപോർട്ടിലെ വിമാനങ്ങൾ മാറ്റി. ആക്രമണത്തെ തുടർന്ന് ടെർമിനൽ കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടം ഉണ്ടായതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും അദ്ദേഹം സ്ഥിരീകരിച്ചു. പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. സാഹചര്യങ്ങൾ സായുധ സേന ബന്ധപ്പെട്ട അധികാരികളുമായി ചേർന്ന് നിരീക്ഷിച്ചു വരികയാണെന്നും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സേന പൂർണ്ണ സജ്ജതയിലാണെന്നും വക്താവ് അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന T1 ടെർമിനൽ ജൂൺ 1 നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പ്രവർത്തനം പുനരാരംഭിച്ചത്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ കിഷം ദ്വീപിന് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതിനു പിന്നാലെ കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചിരുന്നു. വൻതോതിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് വിവരം. ഇതേ തുടർന്ന് ഗൾഫ് മേഖലയിലാകെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. കിഷം ദ്വീപിലെ തങ്ങളുടെ മിലിറ്ററി ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായാണ് കുവൈറ്റിലെ US താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ ഭീകരസേനയുടെ കടുത്ത അഹങ്കാരത്തിനും ആക്രമണത്തിനുമുള്ള മറുപടിയാണിതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിർബന്ധിത തൊഴിലെടുപ്പിക്കലിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്നാരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെ 50ലേറെ രാജ്യങ്ങൾക്കു മേൽ പുതിയ തീരുവ ചുമത്താനുള്ള നീക്കവുമായി US-ലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. US ട്രേഡ് റെപ്രസെന്റേറ്റീവ്സ് മുന്നോട്ട് വച്ചിരിക്കുന്നത് 10 മുതൽ 12.5% വരെ തീരുവയാണ്.
ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾക്കുമേൽ 12.5%, കാനഡ, മെക്സിക്കോ, തായ്വാൻ, UK തുടങ്ങിയ രാജ്യങ്ങൾക്കുമേൽ 10%മാണ് തീരുവ ചുമത്താൻ US തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം പുതിയ തീരുവ ഉടൻ പ്രാബല്യത്തിൽ വരില്ല. ഇവ പൊതുജനാഭിപ്രായത്തിനും അവലോകനത്തിനും വിധേയമായ ശേഷമാകും നിലവിൽ വരിക. ജൂലൈ 6 വരെ പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം അറിയിക്കാം. പിന്നാലെ USTR ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളും കേൾക്കും. നിലവിൽ വരുന്ന പക്ഷം നേരത്തെ US സുപ്രീം കോടതി തീരുവ ചുമത്തലിൽ ഏർപ്പെടുത്തിയ പരിധിയെ മറികടക്കാൻ ട്രംപിന് സാധിക്കുമെന്നതാണ് ഈ പുതിയ നീക്കത്തിന്റെ സവിശേഷത. 1974 US വ്യാപാര നിയമത്തിലെ 301(b)(1) വകുപ്പ് അനുസരിച്ച് വ്യാപാര പങ്കാളികളെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് പുതിയ തീരുവ ചുമത്താൻ ട്രംപ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിർബന്ധിത തൊഴിൽ വഴി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തതിനെതിരെ നടപടി കൈക്കൊണ്ടിട്ടുണ്ടോ, അത് US വാണിജ്യത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നാണ് US അന്വേഷിച്ചത്. ഇന്ത്യ ഉൾപ്പെടെ 54 രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടുവെന്നാണ് ചൊവ്വാഴ്ച USTR അറിയിച്ചത്. ഇത് അംഗീകരിക്കാനാകില്ല എന്നും USTR വ്യക്തമാക്കുന്നു. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷന്റെ വാർഷിക വിരുന്നിനിടെയുണ്ടായ വെടിവയ്പ്പിനെ തുടർന്ന് നിർത്തിവെച്ച ചടങ്ങ് ജൂലൈ 24 മാറ്റിവെച്ചതായും അതിൽ താൻ സംസാരിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാധ്യമങ്ങളെ എപ്പോഴും കടുത്ത ഭാഷയിൽ വിമർശിക്കാറുള്ള ട്രംപ് ചടങ്ങ് നടത്താനുള്ള അസോസിയേഷന്റെ തീരുമാനത്തെ ശക്തിയുടെയും ദൃഢതയുടെയും അടയാളമെന്ന് വിശേഷിപ്പിച്ചു. ചടങ്ങിൽ പങ്കെടുക്കാനും സംസാരിക്കാനും തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും താൻ അത് സ്വീകരിച്ചുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷന്റെ വാർഷിക വിരുന്നിനിടെയുണ്ടായ വെടിവയ്പ്പിനെ തുടർന്ന് നിർത്തിവെച്ച ചടങ്ങ് ജൂലൈ 24 മാറ്റിവെച്ചതായും അതിൽ താൻ സംസാരിക്കുമെന്നും പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചടങ്ങ് നടത്താനുള്ള അസോസിയേഷന്റെ തീരുമാനത്തെയും ശക്തിയുടെയും ദൃഢതയുടെയും അടയാളമെന്നും വിശേഷിപ്പിച്ചു. ഭ്രാന്തന്മാരായ ആളുകൾക്ക് നമ്മുടെ ജീവിത രീതിയോ അതിന്റെ സമയക്രമങ്ങളോ മാറ്റാൻ അനുവദിക്കില്ല എന്നതിന് തെളിവാണ് ഈ പ്രഖ്യാപനമെന്നും ട്രംപ് പറഞ്ഞു. ഏപ്രിൽ 25 വാഷിംഗ്ടണിലെ ഹിൽട്ടൺ ഹോട്ടലിൽ നടന്ന വിരുന്നിനിടെ ഹാളിന് പുറത്തുള്ള സുരക്ഷാ ചെക്ക് പോസ്റ്റിൽ വെടിയൊഴിച്ച് ഉയർന്നതിനെ തുടർന്നാണ് ട്രംപിനെ അവിടെ നിന്നും അടിയന്തരമായി മാറ്റിയത്. ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തപ്പെട്ട കാലിഫോർണിയ സ്വദേശി കോൾ എലൻ കോടതിയിൽ കുറ്റം നിഷേധിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ 250-ാം വാർഷികവും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ ഒരു അക്രമ സംഭവത്തിന് അവസാന വാക്കാകാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബെയ്ജിയ ജിയാങ് അംഗങ്ങൾക്ക് അയച്ച മെയിലിൽ വ്യക്തമാക്കി. കനത്ത സുരക്ഷയോടെ കൂടുതൽ ചെറിയൊരു വേദിയിലായിരിക്കും പുതിയ ചടങ്ങെന്നും അവർ അറിയിച്ചു. വാഷിംഗ്ടണിലെ വാൾഡോർഫ് അസ്റ്റോറിയ ഹോട്ടലിലായിരിക്കും ചടങ്ങ് നടക്കുകയെന്ന് ട്രംപ് വെളിപ്പെടുത്തി. ഇത് 2016 മുതൽ 2021 വരെ ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലായിരുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.77 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 95.76 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 111.21 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 69.11 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. കർണാടകയിൽ G. പരമേശ്വര ഉപമുഖ്യമന്ത്രിയാകും. DK ശിവകുമാർ മന്ത്രിസഭയിൽ ഒരൊറ്റ ഉപമുഖ്യമന്ത്രി മാത്രമാണുള്ളത്. സത്യപ്രതിജ്ഞ ചെയ്യുന്ന MLA-മാരുടെ പട്ടിക ഉടൻ പുറത്തിറക്കും. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മന്ത്രിസഭാ യോഗവും ചേരും. അതേസമയം UT ഖാദർ സ്പീക്കർ പദവി ഒഴിഞ്ഞു. കർണാടകയിൽ G. പരമേശ്വര ഉപമുഖ്യമന്ത്രിയാകുമെന്ന് സൂചന. സിദ്ധരാമയ്യ നടത്തിയ സമ്മർദ്ദമാണ് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നത്. G. പരമേശ്വര മാത്രമായിരിക്കും ഉപമുഖ്യമന്ത്രി. മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് സഹപ്രവർത്തകരോട് DK ശിവകുമാർ അറിയിച്ചു. ഇപ്പോൾ DKയും G. പരമേശ്വരയെയും സിദ്ധരാമയ്യയെ സന്ദർശിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് കർണാടകയിൽ DK ശിവകുമാർ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. ലോക്ഭവനിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. മലയാളികളായ KJ ജോർജും UT ഖാദറും അടക്കം 11 മന്ത്രിമാർ കർണാടകയിൽ ഇന്ന് അധികാരമേൽക്കും. ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രി VD സതീശനെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. DMK നേതൃത്വം നൽകുന്ന മതനിരപേക്ഷ പുരോഗമന സഖ്യത്തിൽ നിന്ന് പുറത്തുപോകുമെന്ന സൂചന നൽകിയ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ 2 MLA-മാർ രാജിവെച്ച് TVK-യിൽ ചേരാൻ സാധ്യത. 4ഇടത്ത് മത്സരിച്ച ADMK 3ഇടത്ത് DMK ചിഹ്നത്തിലാണ് മത്സരിച്ചത്. ഇതിൽ മയിലാടുതുറ ജില്ലയിലെ സീർക്കാഴി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച R. സെന്തിൽ സെൽവൻ, തെങ്കാശി ജില്ലയിലെ കടയനല്ലൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച TM രാജേന്ദ്രൻ എന്നിവരാണ് രാജിവെക്കാൻ സാധ്യത. DMK-യെ കൈവിട്ട് ADMK-യും DMK നേതൃത്വം നൽകുന്ന മതനിരപേക്ഷ പുരോഗമന സഖ്യത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന സൂചന നൽകിയ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ 2 MLA-മാർ രാജിവെച്ച് TVK-യിൽ ചേരാൻ സാധ്യത. ഇവർ ADMK-യിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും ചിഹ്നം ഉപയോഗിച്ചതിനാൽ നിയമസഭയിൽ DMK-യുടെ വിപ്പ് അനുസരിക്കേണ്ടി വരും. അതിനാൽ MLA സ്ഥാനം രാജിവെക്കാതെ കൂറുമാറിയാൽ അയോഗ്യതയുണ്ടാകും.
കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് രാജിവെച്ച മണ്ഡലമായ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ നന്ദി പ്രകടനത്തിനെത്തിയപ്പോൾ ADMK സ്ഥാപക നേതാവായ വൈക്കോയുടെ മകൻ ദുരൈ വൈക്കോ MP വിജയിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. സ്ഥലം MP കൂടിയായ ദുരൈ വൈക്കോ MLA മാർ രാജിവെച്ച് പാർട്ടി മാറുന്നതിനെ അനുകൂലിച്ചിരുന്നു. ഇതോടെയാണ് ADMKയുടെ മുന്നണി മാറ്റത്തിൽ ചർച്ച തുടങ്ങിയത്. ഇതിനിടെ DMK നിർബന്ധിച്ചു ചിഹ്നം നൽകിയെന്ന് ആവർത്തിച്ച് വൈക്കോ രംഗത്തെത്തി. പാർട്ടി തലത്തിൽ വൻ അഴിച്ചുപണിക്ക് DMK ഒരുങ്ങുന്നതായി സൂചന. ഓരോ 2 നിയമസഭാ മണ്ഡലങ്ങൾക്കും ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ വിഭജിച്ച് ജില്ലാ സെക്രട്ടറിമാരുടെ എണ്ണം കൂട്ടും. യുവാക്കളെ പാർട്ടിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനായി യുവജന ജില്ലാ സെക്രട്ടറിമാരെ നിയമിക്കും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ശരിയായി പ്രവർത്തിക്കാത്തതോ പാർട്ടിക്ക് പ്രതീക്ഷിച്ച ഫലം നൽകാത്തതോ ആയ നിലവിലുള്ള ജില്ലാ സെക്രട്ടറിമാരെ ഒഴിവാക്കും. പാർട്ടിയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചും പ്രവർത്തകരിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിനും ശേഷമാകും മാറ്റത്തിന് ഒരുങ്ങുന്നത്. സർക്കാർ പദ്ധതികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നാട്ടുകാർ നൽകിയ വിഹിതം തൃണമൂൽ കോൺഗ്രസുമായി ബന്ധമുള്ളവർ തിരികെ നൽകാൻ തുടങ്ങി. ബംഗാളിൽ കൂച്ച് ബിഹാർ ജില്ലയിൽ തൃണമൂൽ നേതൃത്വമാണ് ഇതിന് മുൻകൈയെടുക്കുന്നത്. പാർട്ടി അറിഞ്ഞുകൊണ്ടല്ല ഗ്രാമീണരുടെയും വ്യാപാരികളുടെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിരുന്നതെന്ന് നേതൃത്വം വ്യക്തമാക്കി. ഭരണമാറ്റം ഉണ്ടായതോടെയാണ് പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്നത്. സർക്കാർ പദ്ധതികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നാട്ടുകാരുടെയും ഗ്രാമീണരുടെയും വ്യാപാരികളുടെയും കയ്യിൽ നിന്ന് വാങ്ങിയ കൈക്കൂലി തൃണമൂൽ കോൺഗ്രസുമായി ബന്ധമുള്ളവർ തിരികെ നൽകാൻ തുടങ്ങി. തൃണമൂലുമായി ബന്ധപ്പെട്ട ഗുണ്ടകളാണ് കട്ട്മണി എന്നറിയപ്പെട്ടിരുന്ന പിടിച്ചുപറി നടത്തിയിരുന്നത്. മാതഭംഗ നഗരത്തിലെ സുഭാഷ് പള്ളിയിൽ വീട് നിർമ്മാണ പദ്ധതിയിൽ നിന്ന് നൽകിയ വിഹിതം 14 പേർക്ക് തിരിച്ചു കിട്ടി. പച്ചുകട്ട് പഞ്ചായത്തിലും ഒട്ടേറെ പേർക്ക് പണം തിരിച്ചു കിട്ടി. ഗുഗുമാരിയിൽ പണം തിരിച്ചു കൊടുക്കുന്നത് സംബന്ധിച്ച് വാഹനത്തിൽ അനൗൺസ്മെന്റും നടത്തി. പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലെത്തിയാൽ പണം തിരികെ നൽകുമെന്നായിരുന്നു അറിയിപ്പ്. 15,000, 20,000 രൂപയാണ് വിഹിതമായി കൈപ്പറ്റിയിരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ വിജയിച്ച ശേഷമാണ് കട്ട്മണി സമ്പ്രദായം വന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഭവന പദ്ധതിയിൽ നിന്ന് ആദ്യഗഡു കിട്ടുമ്പോൾ വിഹിതം നൽകണം, ഇല്ലെങ്കിൽ തുടർ വിഹിതം കിട്ടില്ല. ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോഴും വ്യാപാരം നടത്തണമെങ്കിലും കൈമടക്ക് നൽകണമെന്നത് അലിഖിത നിയമമായിരുന്നു. അതിനിടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ കൊൽക്കത്ത 36-ാം വാർഡിലെ കൗൺസിലറും തൃണമൂൽ നേതാവുമായ സച്ചിൻ സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനക്കൂട്ടം കഴിഞ്ഞ ദിവസം സച്ചിന്റെ വീടിന് മുന്നിൽ ബഹളം ഉണ്ടാക്കിയിരുന്നു. ഏതാനും ദിവസം മുൻപ് മറ്റൊരു കൗൺസിലർ സുദീപ് പൊല്ലയെയും 7 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർച്ചയായ 2ാം ദിവസവും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ഭരണമാറ്റത്തിനു പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വി ജോയ് നൽകിയ അടിയന്തര പ്രമേയത്തിനാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. ഭരണ സൗകര്യത്തിന് വേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. ഭരണമാറ്റത്തിനു പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വി ജോയ് നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ തുടർച്ചയായ 2ാം ദിവസവും പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. അന്യായമായ സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. ഗുരുതരമായ രോഗം ബാധിച്ചവരെയും ചികിത്സയിൽ കഴിയുന്നവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും തിരഞ്ഞുപിടിച്ചാണ് തലങ്ങും വിലങ്ങും മനുഷ്യത്വരഹിതമായി സ്ഥലം മാറ്റിയിരിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. നവമാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്തതിന്റെ പേരിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നത് ക്രൂരതയാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫാക്കിയ വിവാദം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചിട്ടും പ്രതികരിക്കാതെ മന്ത്രി സണ്ണി ജോസഫ്. ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന അടിയന്തര പ്രമേയ നോട്ടീസിനിടെയായിരുന്നു ബന്ധ നിയമനം പ്രതിപക്ഷം ഉയർത്തിയത്. പ്രതികാരത്തോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചപ്പോൾ എല്ലാം സ്വാഭാവിക മാറ്റമെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ വിശദീകരണം. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ബെന്നി തോമസിനെ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതാണ് വിവാദം. ഇടതുകാലത്തെ ബന്ധു നിയമനത്തിനെതിരെ ആഞ്ഞടിച്ച UDF അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞതെല്ലാം മറന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ വി ജോയാണ് വിവാദം സഭയിൽ ഉന്നയിച്ചത്. DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പോയതിനാൽ പാർലമെന്ററി കാര്യമന്ത്രിയാണ് ഇതിന് മറുപടി നൽകിയത്. പക്ഷേ ബന്ധു നിയമനത്തിൽ സണ്ണി ജോസഫ് വിശദീകരണം നൽകിയില്ല. ഭരണാനുകൂല സംഘടനകളുടെ അപേക്ഷയിൽ ജീവനക്കാരെ തിരഞ്ഞുപിടിച്ചു മാറ്റുന്നു, രോഗികളെയും വിടുന്നില്ല, വിരമിക്കാൻ നാളുകൾ മാത്രമുള്ളവരെയും ദൂരേക്ക് മാറ്റുന്നു, സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ വരെ നടപടി എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷ വിമർശനം. ഇടതുകാലത്ത് കോൺഗ്രസ് സംഘടനയിൽപ്പെട്ടവരുടെ സ്ഥലംമാറ്റ പട്ടിക എടുത്തായിരുന്നു സണ്ണി ജോസഫിന്റെ മറുപടി. ഇടത് നയമാകില്ല UDFനെന്നും സണ്ണി ജോസഫ് വിശദീകരിച്ചു. പ്രശ്നം സഭ നിർത്തി ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. തവനൂർ മുൻ MLAയും മുൻ മന്ത്രിയുമായ KT ജലീൽ CPM അംഗമായതായി പ്രഖ്യാപിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇതുവരെ പാർട്ടിയുടെ സഹയാത്രികനായാണ് ജലീൽ പ്രവർത്തിച്ചിരുന്നത്. തന്റെ പൊതുജീവിതത്തിൽ വലിയ പിന്തുണയും കരുത്തും നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന് ജലീൽ കുറിപ്പിൽ പറഞ്ഞു. 2006 മുതൽ പാർട്ടിയുമായി ആത്മബന്ധം നിലനിന്നിരുന്നുവെന്നും ആ ബന്ധം ഒരിക്കലും ദുർബലമായിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി.
സഹയാത്രികനായിരിക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന പിണറായി വിജയനും എം വി ഗോവിന്ദനും നയിച്ച സംസ്ഥാന ജാഥകളിൽ അംഗമാക്കിയത് പാർട്ടി തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. തവനൂർ മുൻ MLA-യും മുൻ മന്ത്രിയുമായ KT ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ CPM അംഗമായതായി പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലയിൽ നിന്ന് തുടർച്ചയായി 4 തവണ MLA-യായും 5 വർഷം മന്ത്രിയായും പ്രവർത്തിക്കാൻ അവസരം നൽകിയ പാർട്ടിയോട് എന്നും കടപ്പെട്ടിരിക്കുമെന്നും ജലീൽ വ്യക്തമാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ CPM കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും വർഗീയവും ഫാഷിസ്റ്റ് ശക്തികളും ശക്തിപ്പെടുന്ന നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദുർബല വിഭാഗങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും സംരക്ഷണം നൽകുന്നതിൽ ഇടതുപക്ഷത്തിന്റെ പങ്ക് നിർണായകമാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ദുർബലമാകുന്നത് സമൂഹത്തിന് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ജലീൽ ചൂണ്ടിക്കാട്ടി. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യത്തെ ഉദാഹരിച്ചുകൊണ്ട് കേരളത്തിൽ സമാന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ CPM ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും പ്രവർത്തകരും പൊതുജീവിതത്തിൽ ധാർമ്മികതയും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നവരാണെന്ന വിലയിരുത്തലും ജലീൽ നടത്തി. അപവാദങ്ങൾ ഉണ്ടാകാമെങ്കിലും തെറ്റുകൾ കണ്ടെത്തുമ്പോൾ അവരെ മാറ്റി നിർത്താൻ മടിക്കാത്ത രാഷ്ട്രീയ സംസ്കാരമാണ് ഇടതുപക്ഷത്തിനുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മതവിശ്വാസികൾക്ക് CPM അംഗത്വം സ്വീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ചില വർഗീയ ശക്തികൾ നടത്തുന്നുണ്ടെന്നും ജലീൽ ആരോപിച്ചു. ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ വിശ്വാസികളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റാനുള്ള ഇത്തരം നീക്കങ്ങൾ അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വാസിയും കമ്മ്യൂണിസ്റ്റുകാരനും ഒരേ സമയമാകാൻ കഴിയുമെന്ന് നിരവധി വ്യക്തികൾ ജീവിതത്തിലൂടെ തെളിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെയും ഭാര്യയുടെയും പാർട്ടി പ്രവേശനം വർഗീയതയ്ക്കും മതത്തിന്റെ പേരിലുള്ള ചൂഷണ രാഷ്ട്രീയത്തിനുമെതിരായ നിലപാടിന്റെ ഭാഗമാണെന്നും ജലീൽ വ്യക്തമാക്കി. പാർട്ടി പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിൽ അതിനൊപ്പം നിൽക്കുന്നത് സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്നതിനാലാണ് അംഗത്വം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, സർക്കാർ ജീവനക്കാർ, വ്യാപാരികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, പ്രവാസികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വിശാല കൂട്ടായ്മയാണ് CPM എന്നും ആ കൂട്ടായ്മയുടെ ഭാഗമാകുന്നതിലൂടെ ഒരു വലിയ സാമൂഹിക ദൗത്യത്തിലാണ് താൻ പങ്കുചേരുന്നതെന്നും ജലീൽ കുറിപ്പിൽ വ്യക്തമാക്കി. ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന T20 പരമ്പരയിൽ ഇന്ത്യക്ക് തോൽവി. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം T20 മത്സരത്തിൽ 6 വിക്കറ്റിന് തോറ്റതോടെയാണ് ഇന്ത്യ പരമ്പര കൈവിട്ടത്. ആദ്യ മത്സരത്തിൽ ജയിച്ച ഇന്ത്യ പിന്നീട് 2 മത്സരങ്ങളിലും പരാജയപ്പെടുകയായിരുന്നു. മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം 18.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് മറികടക്കുകയായിരുന്നു. ലോകകപ്പിന് മുന്നോടിയായുള്ള ഇംഗ്ലണ്ടിനെതിരായ അവസാന T20 പരമ്പരയിൽ 2 വിക്കറ്റിന് തോറ്റതോടെ ഇന്ത്യക്ക് തോൽവി. അർദ്ധ സെഞ്ചുറി നേടിയ ആലിസ് കാപ്സി, ഹീദർ നൈറ്റ് എന്നിവരുടെ തകർപ്പൻ ബാറ്റിംഗാണ് ഇംഗ്ലണ്ടിനെ അനായാസ വിജയത്തിലെത്തിച്ചത്. വനിതാ T20യിൽ ഇംഗ്ലണ്ട് മണ്ണിൽ ഒരു ടീം പിന്തുടർന്ന് ജയിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത്. വനിതാ T20യിലെ ഏറ്റവും ഉയർന്ന 5ാമത്തെ റൺ ചേസുമാണ്. ആലിസ് കാപ്സി തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റും. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ ഓപ്പണർമാർക്ക് മൂന്നാം മത്സരത്തിലും തിളങ്ങാൻ സാധിച്ചില്ല. സ്മൃതി മന്മഥ 9 പന്തിൽ 8 റൺസ് എടുത്തും ഷെഫാലി വർമ്മ 11 റൺസ് എടുത്തും പുറത്തായി. അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, ദീപ്തി ശർമ്മ, എൽഷിത ഭാട്ടിയ, ജമീമ റോഡ്രിഗസ് എന്നിവരുടെ ബാറ്റിംഗ് കരുത്തിലാണ് ഇന്ത്യ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എടുത്തത്. ജൂൺ 12-ന് T20 ലോകകപ്പ് ആരംഭിക്കാനിരിക്കെ സ്മൃതി മന്മഥയുടെ ഫോം ഇന്ത്യക്ക് നിർണായകമാണ്. സഹ ഓപ്പണർ ഷെഫാലി വർമ്മയും താളം കണ്ടെത്തേണ്ടതുണ്ട്. 14-ന് പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിലെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ റിഫോം UKയുടെ ജനപ്രീതി വരും ദിവസങ്ങളിൽ വർദ്ധിക്കില്ല എന്നും നിലവിലെ അവസ്ഥയെ തുടരാനാണ് സാധ്യതയെന്നും പുതിയ പഠന റിപ്പോർട്ട്. കണ്ടെത്തൽ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ ജോൺ കർട്ടിസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബ്രിട്ടീഷ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ് സർവേ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന തീവ്ര സാമൂഹിക യാഥാസ്ഥിതിക നിലപാടുകൾ ആകർഷിക്കുന്നത് ജനസംഖ്യയിലെ ഒരു ചെറിയ വിഭാഗത്തെ മാത്രമെന്ന് സൂചന. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും UK-യും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാൻ UK ബിസിനസ് ആൻഡ് ട്രേഡ് സെക്രട്ടറി പീറ്റർ കൈൽ ഇന്ത്യയിലെത്തി. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലുമായി നിർണായക കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം മൂലം ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എത്രയും വേഗം പ്രാബല്യത്തിൽ വരും. സീറോ ഓവർ കോൺട്രാക്ട് നിരോധിച്ച നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കി ബ്രിട്ടീഷ് സർക്കാർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഈ നയം കൂടുതൽ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുമെന്ന് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ നേരത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഈ നയം എങ്ങനെ നടപ്പിലാക്കണമെന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൺസൾട്ടേഷൻ ആരംഭിച്ചതായി വ്യക്തമാക്കി ബിസിനസ് സെക്രട്ടറി പീറ്റർ കെയിൽ. സീറോ ഓവർ കോൺട്രാക്ട് തൊഴിലാളികൾക്ക് ഒരു നിശ്ചിത മണിക്കൂറിലെ തൊഴിലുറപ്പ് നൽകാൻ തൊഴിലുടമയ്ക്ക് ബാധ്യത ഇല്ലാത്തത്. തൊഴിലുടമ നൽകുന്ന ഷിഫ്റ്റ് സ്വീകരിക്കാൻ തൊഴിലാളികൾക്കും ബാധ്യത ഉണ്ടാവുകയില്ല. ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ കണക്കുകൾ പ്രകാരം ബ്രിട്ടനിൽ സീറോ ഓവർ കോൺട്രാക്ട് തൊഴിലാളികളുടെ എണ്ണം 1 ദശലക്ഷത്തിലേറെ.
കുവൈറ്റിലും ബഹ്റൈനിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ ആക്രമണം നടത്തിയതിനു പിന്നാലെ തിരിച്ചടിച്ച് US. ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ US സൈന്യം ശക്തമായി പ്രതിരോധിച്ചതായും ഇതിനു തിരിച്ചടിയായി ഇറാനിൽ ആക്രമണങ്ങൾ നടത്തിയതായും US സെൻട്രൽ കമാൻഡ്. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തും മറ്റൊരു വ്യോമത്താവളത്തിലും ആക്രമണം നടത്തിയ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ അവകാശവാദം നിഷേധിച്ച് US സൈന്യം. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ആക്രമണത്തിൽ T1 യാത്രാ ടെർമിനലിന് കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണത്തെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവെച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്ക ശക്തം. നിർബന്ധിത തൊഴിലെടുപ്പിക്കലിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്നാരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെ 50ലേറെ രാജ്യങ്ങൾക്ക് മേൽ പുതിയ തീരുവ ചുമത്താനുള്ള നീക്കവുമായി ഡൊണാൾഡ് ട്രംപ്. US ട്രേഡ് റെപ്രസെന്റേറ്റീവ്സ് മുന്നോട്ട് വച്ചിരിക്കുന്നത് 10 മുതൽ 12.5% വരെ തീരുവ. ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ 12.5% തീരുവ. കാനഡ, മെക്സിക്കോ, തായ്വാൻ, UK തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ 10% തീരുവ ചുമത്താനും തീരുമാനം. പൊതുജനങ്ങൾക്ക് ഇതേക്കുറിച്ച് അഭിപ്രായം അറിയിക്കാനുള്ള സമയം ജൂലൈ 6 വരെ. സിദ്ധരാമയ്യ നടത്തിയ ശ്രമങ്ങൾക്ക് ഒടുവിൽ ഫലം. കർണാടകയിൽ G. പരമേശ്വര ഉപമുഖ്യമന്ത്രിയാകും. DK ശിവകുമാർ മന്ത്രിസഭയിൽ ഒരൊറ്റ ഉപമുഖ്യമന്ത്രി മാത്രം. സത്യപ്രതിജ്ഞ ചെയ്യുന്ന MLA-മാരുടെ പട്ടിക ഉടൻ പുറത്തിറക്കും. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മന്ത്രിസഭാ യോഗവും ചേരുമെന്ന് സൂചന. സ്പീക്കർ പദവി ഒഴിഞ്ഞ് UT ഖാദർ. മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാന പ്രഖ്യാപനമുണ്ടാകുമെന്ന് സഹപ്രവർത്തകരോട് DK ശിവകുമാർ. ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും. DMK നേതൃത്വം നൽകുന്ന മതനിരപേക്ഷ പുരോഗമന സഖ്യത്തിൽ നിന്ന് പുറത്തുപോകുമെന്ന സൂചന നൽകിയ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ 2 MLA-മാർ രാജിവെച്ചു. രാജിവെച്ച MLA-മാർ TVK-യിൽ ചേരും. രാജിവെക്കാൻ സാധ്യത മയിലാടുതുറ ജില്ലയിലെ സീർക്കാഴി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച R. സെന്തിൽ സെൽവൻ, തെങ്കാശി ജില്ലയിലെ കടയന്നല്ലൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച TM രാജേന്ദ്രൻ എന്നിവർ. പാർട്ടി തലത്തിൽ വൻ അഴിച്ചുപണിക്ക് DMK ഒരുങ്ങുന്നതായി സൂചന. ഓരോ 2 നിയമസഭാ മണ്ഡലങ്ങൾക്കും ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ വിഭജിച്ച് ജില്ലാ സെക്രട്ടറിമാരുടെ എണ്ണം കൂട്ടും. യുവാക്കളെ പാർട്ടിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനായി യുവജന ജില്ലാ സെക്രട്ടറിമാരെ നിയമിക്കും. തുടർച്ചയായ 2ാം ദിവസവും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ സഭ വിട്ടിറങ്ങി പ്രതിപക്ഷം. സ്പീക്കർ അനുമതി നിഷേധിച്ചത് ഭരണമാറ്റത്തിനു പിന്നാലെ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചത് ഭരണ സൗകര്യത്തിന് വേണ്ടിയുള്ള സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളാണ് നടക്കുന്നതെന്നും പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിൽ. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയ പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലമാറ്റങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അന്യായമായ സ്ഥലമാറ്റങ്ങൾ റദ്ദാക്കണമെന്നും പിണറായി. സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫാക്കിയ വിവാദം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചിട്ടും പ്രതികരിക്കാതെ മന്ത്രി സണ്ണി ജോസഫ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.